നമസ്കാരം. മധ്യ ഗാസയിൽ ഹമാസ് തീവ്രവാദികൾക്കെതിരായ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ സൈന്യം. ഇവിടെ ഇസ്രായേൽ സൈന്യം നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ നിരവധി ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത്. ഇസ്രായേൽ സൈന്യത്തിന്റെ ഇഫ്താഖ് ബ്രിഗേഡിന്റെ നേതൃത്വത്തിലുള്ള സൈന്യമാണ് ഇവരെ വധിച്ചത്. ഇസ്രായേൽ സൈന്യത്തിനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുമായി എത്തിയതായിരുന്നു ഹമാസ് തീവ്രവാദികൾ. കര യുദ്ധം വഴിയും വ്യോമസേനയുടെ ആക്രമണം വഴിയുമാണ് ഇപ്പോൾ പ്രധാനമായും ഹമാസ് തീവ്രവാദികളെ ഇസ്രായേൽ കൊന്നൊടുക്കുന്നത്. ഇതിനൊപ്പം തന്നെ വടക്കൻ ഗാസയിലും ഹമാസ് തീവ്രവാദികളെ കൂട്ടത്തോടെ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം വധിച്ചിരുന്നു. ഇവിടെയും ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കാൻ വേണ്ടുന്ന ആയുധങ്ങളുമായി എത്തിയവരായിരുന്നു ഹമാസ് തീവ്രവാദികൾ. ഇവരെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ ഇസ്രായേൽ സൈന്യം വ്യോമസേനയുടെ കൂടി സഹായത്തോടെയാണ് ഇവരെ വധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം ഹമാസിന് മേൽ അതിശക്തമായ വിജയമാണ് ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ഹമാസ് പ്രവർത്തകരാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നത്. മാത്രമല്ല, ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം സിറിയയിൽ അവിടെ തീവ്രവാദ സംഘങ്ങൾക്ക് നേരെയുമല്ല ആക്രമണം നടത്തിയിരുന്നു. ഇവിടെ ഒത്തുകൂടിയിരുന്ന ഇറാൻ അനുകൂലികളായ ഒരു വലിയ സംഘം തീവ്രവാദി നേതാക്കളാണ് ശനിയാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതോടെ ഇറാൻ പിടിച്ചേൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. കാരണം ഈ ലോകത്തെ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യം ഇറാൻ തന്നെയാണെന്ന് വ്യക്തമായ തെളിവുകൾ ലോകരാഷ്ട്രങ്ങളുടെയൊക്കെ തന്നെ കയ്യിലുണ്ട്. ഈ സന്ദർഭത്തിലാണ് സിറിയയും ലെബനനൊക്കെ പോലെയുള്ള തീവ്രവാദികളെ സഹായിക്കുന്ന രാജ്യങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. അതിനിടെ ടെഹ്റാനിൽ, ഇറാൻ തലസ്ഥാന ടെഹ്റാനിൽ വലിയ സ്ഫോടന ശബ്ദം കേട്ടതായി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് എങ്കിൽ പോലും അത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. 2 ആഴ്ച മുമ്പ് അവിടെ അതിശക്തമായ രീതിയിലുള്ള ഒരു തീവ്രവാദി ആക്രമണം നടന്നിരുന്നു. നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ഇതൊരു തീവ്രവാദി ആക്രമണമാണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എങ്കിലും ഇറാൻ ഇപ്പോഴും മറ്റ് രാജ്യങ്ങളെ ഭയപ്പെടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സ്വകാര്യ വസതിക്ക് സമീപം ടെന്റ് കെട്ടി പ്രക്ഷോഭം നടത്തുകയാണ് ബന്ദികളാക്കപ്പെട്ടവരുടെ വീട്ടുകാർ. തങ്ങളുടെ ബന്ദികളാക്കിയവരെ എത്രയും വേഗം വിട്ടു നൽകാൻ നടപടികൾ സ്വീകരിക്കണം എന്നാണ് അവർ പ്രധാനമന്ത്രിയോടും അവിടുത്തെ സർക്കാരിനോടും എല്ലാം തന്നെ ആവശ്യപ്പെടുന്നത്. നിരവധി പേരാണ് ഇത്തരം ടെൻറ്റുകളിൽ സമരത്തിനായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ബന്ധുക്കൾ പലരും ഇതിനോടകം കൊല്ലപ്പെട്ടതാണോ എന്ന് പോലും സംശയം ഉയരുന്ന സാഹചര്യത്തിൽ സമരം ശക്തമാക്കാൻ തന്നെയാണ് ഇസ്രായേലിലെ ഈ ബന്ധുക്കൾ തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം ഇസ്രായേൽ ആകട്ടെ ഇപ്പോഴും കടുത്ത നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഹമാസ് തീവ്രവാദികളെയും അവർക്ക് കൂട്ടുനിൽക്കുന്ന ഹൂതി മുതലെയും അതുപോലെ ഹിസ്ബുള്ളയും എല്ലാം തന്നെ പൂർണ്ണമായും തുടച്ചു നിൽക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോഴും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്ക നടത്തിയ മധ്യസ്ഥ ശ്രമവും എങ്ങും എത്താതെ പോവുകയാണ്.